പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെയുള്ള ആവർത്തനം ഇന്നും സഭയിലുണ്ടായിരിക്കുന്നു. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, ഇന്ന് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നു. 6 മണിക്കൂർ ചർച്ച എന്ന നിലയിലായിരുന്നു അറിയിച്ചിരുന്നത്. അപ്പോഴും സഭ പിരിയേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് പാർലമെന്റിലുണ്ടായത്. ഇന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർത്തിരുന്നു. ഇത് വലിയ ചർച്ചയായിരുന്നു. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശദീകരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഇരുസഭകളിലും ആവശ്യം ഉന്നയിച്ച് ബഹളം വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല. പ്രതിപക്ഷം പക്ഷേ ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ഇതേ തുടർന്നാണ് ഇരുസഭകളും രാജ്യസഭയും ലോക്സഭയും 12 മണിവരെ നിർത്തിവെക്കാൻ ഇരുസഭയുടെ അധ്യക്ഷന്മാർ തീരുമാനമെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ബില്ലിന്റെ ചർച്ചയിൽ ബില്ല് ആന്റി പേപ്പർ ലീക്ക് ബിൽ എന്ന് പറയുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ. ഈ പൊതുപരീക്ഷകളിൽ നിന്ന് ചോദ്യപേപ്പറുകൾ ചോർച്ചയ്ക്ക് എതിരായ കർശനമായ നടപടികൾ നിർദ്ദേശിക്കുന്ന ഈ ബില്ലിന്റെ ചർച്ചയാണ്. ഇതിനോട് സഹകരിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. 2 മണി മുതൽ 6 മണിക്കൂറാണ് ചർച്ചയ്ക്കായി സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്നും ആ ചർച്ചയിൽ പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സാധാരണഗതിയിൽ പ്രതിഷേധം നടത്തുന്നവർക്ക് വരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് നിയമപരമായി ശരിയല്ല, അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നു വന്നതിന് വീഡിയോ അടക്കമുള്ള തെളിവുകളും പുറത്തു വന്നിരുന്നു. ആഭ്യന്തര അന്വേഷണത്തിലും അത്തരം തോക്കുകൾ വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം വേണം. രാജ്യത്തെ യുവാക്കൾ പ്രതിഷേധം നടത്തുമ്പോൾ അവർക്ക് നേരെ വെടിയുതിർക്കുക, അവർക്ക് നേരെ പെല്ലറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇങ്ങനെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അത്തരം ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ ചട്ടങ്ങളോ നിയമങ്ങളോ ഒന്നും പാലിക്കാതെയുള്ള ഒരു പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ വേണ്ടി അത്തരത്തിലേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഇന്ന് കോടതിയുടെ പരിഗണനയിലും ഈ കേസ് വരുന്നുണ്ട്. ഈ വിഷയത്തിലാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി വേണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇരുസഭകളിലെയും ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. ഇതേ തുടർന്ന് ബഹളം ശക്തമാവുകയും സഭ 12 മണിവരെ നിർത്തിവെക്കുകയുമായിരുന്നു. പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതിയിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷം പങ്കാളികളാകും. പക്ഷേ CJP പ്രതിഷേധങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ അടക്കം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിട്ടുള്ളത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ പലപ്പോഴും പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് ലാത്തി വീശാറുണ്ട്, വാട്ടർ ഗണ്ണുകൾ അടക്കം ഉപയോഗിക്കാറുണ്ട്, ജലപീരങ്കി ഉപയോഗിക്കാറുണ്ട്, റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ പെല്ലറ്റ് ഉപയോഗിക്കുന്ന ഗൺ, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയോടൊപ്പം നിന്നുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് നിരോധിക്കണം, അതായത് പ്രതിഷേധങ്ങളെ നേരിടാൻ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിക്കുന്നത് നിരോധിക്കണം എന്ന ആവശ്യം കൂടി സുപ്രീം കോടതിയിലും വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.